ഞാൻ വി വസീഫിലേക്ക് പോകുന്നു. വസീഫ്, ഇപ്പോൾ ഇന്ന് ചില ദൃശ്യങ്ങളുമായിട്ടാണ് ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തി. അങ്ങ് കണ്ടിരിക്കുമെന്ന് കരുതുകയാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ തന്നെയാണ് അതിൽ പ്രതികരിച്ചിരുന്നത്. പോലീസ് മർദ്ദിച്ചിട്ടില്ല, ഈ മൂക്കിൽ നിന്ന് ചോര വരുന്നതൊക്കെ കള്ളത്തരമാണ് എന്നുള്ളൊരു ആരോപണം നിങ്ങൾ ഉയർത്തി. അതൊരു രാഷ്ട്രീയ ആരോപണമായി അവിടെ എടുക്കാം. ഇപ്പോൾ മർദ്ദിച്ചു എന്ന് SP തന്നെ സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ മൊഴി പോലും എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഷാഫി പറയുന്നത്. തന്നെ മർദ്ദിച്ച പോലീസുകാരന്റെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി ചിത്രീകരിച്ചത്, അത് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അതിലാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരൻ വരുന്നത്. ഇയാളെ നേരത്തെ പുറത്താക്കിയതാണെന്നാണ് പറയുന്നത്. പുറത്താക്കിയ ഒരു പോലീസുകാരൻ എങ്ങനെയാണ് അകത്തു വരിക എന്നൊരു ചോദ്യമുണ്ട്. പാർട്ടിയുമായി ബന്ധമുള്ളയാളെന്ന ആരോപണവും ഷാഫി ഉയർത്തുന്നു. എന്താണ് മറുപടി വസീഫ്? സ്മൃതി, ഞാൻ സൂമിലാണ് ജോയിൻ ചെയ്തത്. അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഓക്കെ, ഷാഫി പറമ്പിലിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ കൊടുത്ത വാർത്തകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. നിങ്ങൾ മീൻസ് മാധ്യമങ്ങൾ. ഇവിടെ ആരാണ് നുണ പറയുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോ ഏതായാലും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിനിധി അല്ലെങ്കിൽ MSFന്റെ പ്രതിനിധി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണല്ലോ ഇപ്പൊ സംസാരിച്ചത്. ഇവരുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു 8 സ്റ്റിച്ച് ഉണ്ട് തലക്ക് എന്ന്. ആർക്ക്? ഷാഫിക്ക്. പത്രസമ്മേളനത്തിന്റെ ലിങ്ക് വേണേ ഞാൻ തരാം. അതവിടെ ഒന്ന്. പിന്നെ ഇപ്പോ ഇവർ ഒഴിവാക്കിയ യൂത്ത് കോൺഗ്രസ് അവഗണിച്ച അബിൻ വർക്കി, അദ്ദേഹം മാത്രമല്ല ലീഗിന്റെ ഒക്കെ ഒരുപാട് നേതാക്കന്മാർ, അവര് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് അബിൻ വർക്കി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പും ആ വീഡിയോയും എന്റെ കയ്യിലുണ്ട്. അവര് പറഞ്ഞത് നൊച്ചാട്ടെ, ഞങ്ങളുടെ അവിടുത്തെ ഒരു നൊച്ചാട് എന്ന് പറയുന്ന പ്രദേശമുണ്ട് പേരാമ്പ്രയില്. നൊച്ചാട്ടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ആരെ മർദ്ദിച്ചത്? MP മർദ്ദിച്ചത്. അവരെ ഞങ്ങൾ വിടില്ല. വലിയ രീതിയിൽ ആ പോലീസുകാരനെതിരെ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്നു. ആ പോലീസുകാരന്റെ കുടുംബത്തെ കേട്ടാലറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ അദ്ദേഹത്തെയും കുടുംബത്തെയും പേരെടുത്തും, അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആ പ്രദേശത്തെ ജനപ്രതിനിധിയും മുൻ മന്ത്രിയുമായ, ഏത് സാഹചര്യത്തിലും പേരാമ്പ്രയുടെ സമാധാനത്തിന് മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണേട്ടന്റെ പേര് വെച്ച് എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ തെമ്മാടി കൂട്ടം പ്രചരണം നടത്തിയത്. അത് കണ്ടതല്ലേ? ഇവർ ഓരോ സമയത്തും നടത്തുന്ന പ്രചരണങ്ങൾ എത്ര ഹീനമാണ്. എന്നാൽ ഈ ഷാഫി പറമ്പിൽ പറയണ്ടേ, ഞങ്ങൾ പൊട്ടിച്ച നാടൻ ബോംബ് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാ പൊട്ടിച്ചത് എന്ന്. FIR ഉണ്ടല്ലോ, എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം KCR ചെയ്തിട്ടുണ്ടല്ലോ. അവരെന്തിനാ നാടൻ ബോംബ് പൊട്ടിച്ചത്? നമ്മളിവിടെ ഷാഫിക്ക് അടി കൊണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ഭാഗം. എന്തിനാണ് അടി വാങ്ങാൻ, സംഘർഷമുണ്ടാക്കാൻ, അവിടെ ഈ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനപ്രതിനിധി അവിടെ എത്തിയത്? അവിടെ ഈ പ്രകടനവും പ്രതിഷേധവും വന്നിട്ട് മണിക്കൂറുകൾ ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ലേ? ഒരു ഷോ ഓഫിന് വേണ്ടി, വലിയൊരു പ്രചരണ പ്രവർത്തനത്തിന്, വലിയൊരു പ്രകടന പരത നടത്താൻ വേണ്ടി ബോധപൂർവമായി കാത്തിരിക്കുകയായിരുന്നില്ലേ? ആ നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കിയത്? ശരി വസീഫ്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വസീഫ്. ഇതിപ്പോൾ പോലീസുകാരന്റെ പേര് മാറി എന്നതാണോ നിങ്ങളുടെ പുതിയ പോയിന്റ്? ഇപ്പോൾ പോലീസുകാരൻ്റെ പേര് വന്നിട്ടുണ്ട്, പോലീസുകാരൻ്റെ ദൃശ്യമുണ്ട്, അയാൾ സർവീസിലില്ലാത്ത ആളാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. പിന്നെ എങ്ങനെയാണ് അയാൾ വീണ്ടും വടകരയിൽ ഒരു ചുമതലയിലേക്ക്, കൺട്രോൾ റൂമിൻ്റെ CI എത്തുക എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതിനുള്ള മറുപടി പറഞ്ഞിട്ട് മറ്റേ പോലീസുകാരൻ്റെ വേദനയിലേക്ക് പോകുന്നതല്ലേ നല്ലത് വസീഫ്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും ഷാഫിയുടെ പരിക്കെത്ര, സ്റ്റിച്ച് എത്ര എന്ന് എണ്ണാനാണോ നിങ്ങൾ നിൽക്കുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത് ആശുപത്രിയിൽ നിന്നടക്കമുള്ള വിവരങ്ങളായി പുറത്തു വന്നതാണ്. ഇനി ഇത്തരം സംഘർഷങ്ങളിൽ നേതാക്കൾക്കൊക്കെ പരിക്ക് പറ്റും. പരിക്ക് നിങ്ങളടക്കമുള്ളവർക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങളടക്കമുള്ള പാർട്ടിയിലെ പ്രതിഷേധ സമരങ്ങളിൽ DYFI നടത്തുന്നതാകട്ടെ, SFI നടത്തുന്നതാകട്ടെ, യൂണിവേഴ്സിറ്റികളിലടക്കം MV ഗോവിന്ദൻ യൂണിവേഴ്സിറ്റിയിലെ തർക്കം പരിഹരിക്കാൻ ഈ അടുത്ത് പോയത് നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ തർക്കപരിഹാരത്തിന് മുതിർന്ന നേതാക്കൾ എത്തുന്നത് സ്വാഭാവികമാണ്. അതിൽ അങ്ങനെ എത്തുന്ന നേതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് മറ്റൊരു വിഷയമാണ്. നിങ്ങൾ ഭരിക്കുന്നവരാണ്, ഭരിക്കുന്നവർ ആദരിക്കപ്പെടും, പ്രതിപക്ഷത്തുള്ളവർ അപമാനിക്കപ്പെടും എന്നതാണോ ശൈലി? അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം അങ്ങ് മറ്റേ വിഷ്ണു എന്ന പോലീസുകാരന്റെ വേദനയിലേക്ക് വരാമെന്ന് തോന്നുന്നു. അല്ല, വേദനയും പ്രയാസവും ഒക്കെ ആർക്കാ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടും. ഇവിടെ ഈ റിപ്പോർട്ടർ ചാനലിലാണല്ലോ ഞാൻ ഇപ്പൊ ചർച്ചയ്ക്കിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലുകാര് നന്നായി അനുഭവിച്ചതല്ലേ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ ടീമിന്റെ അക്രമത്തെ? നേരിട്ട് അനുഭവിച്ചതല്ലേ?
സംശയമുണ്ടെങ്കിൽ ഇപ്പോ ഫോൺ ചെയ്തിട്ട് നിങ്ങളുടെ കോഴിക്കോട് വസീഫ്, വിഷയം മാറ്റേണ്ട, ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയും അതിനൊക്കെയുള്ള മറുപടി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്റെ ചോദ്യത്തിന് ദയവായി വസീഫ് മറുപടി നൽകൂ. വസീഫ്, എന്റെ ചോദ്യത്തിനുള്ള മറുപടി ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ നിങ്ങൾക്കും കൊണ്ടിട്ടുണ്ടല്ലോ എന്നതല്ല മറുപടി, അതല്ല മറുപടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്ന് കരുതുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി എടുക്കരുത്. നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഷാഫി ടീമിന്റെയും ഒക്കെ താല്പര്യത്തിനനുസരിച്ച് മറുപടി പറയുക എന്നുള്ളതല്ല. സ്വാഭാവികമായിട്ടും ഞങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നവരാ. എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഞങ്ങൾക്കും ഇതൊക്കെ ചോദിക്കേണ്ടതുണ്ടാകും. അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഉത്തരം പറഞ്ഞ ശേഷം അങ്ങ് ചോദിക്കാനുള്ളത് മറുപടി പറയാൻ അടുത്ത പ്രതിനിധി അവിടെ ഉണ്ടല്ലോ, അദ്ദേഹം മറുപടി നൽകും. നിങ്ങളൊരു എസ്സേ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങ് എന്റെ ചോദ്യത്തിന് മറുപടി നൽകൂ. അഭിലാഷ് ഡേവിഡ് ആരാണ്? അഭിലാഷ് ഡേവിഡ് ആരാണ്? അഭിലാഷ് ഡേവിഡ് ആരാന്നൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കുക. ഞങ്ങളും ഇതെന്ത് മറുപടിയാണ് വസീഫ്? CPM അല്ല, അത് ഞാനും പറഞ്ഞോട്ടെ. പിന്നെ എന്ത് മറുപടിയാ പറയണ്ടത്? അഭിലാഷ് ഡേവിഡ് ആണോ അല്ല ഇവർ പറയുന്ന ഓരോ ദിവസവും പറയുന്ന ആളുകളുടെ പുറകെ പോകുന്ന പണിയാ ഞങ്ങൾക്ക്? ഇവർ ഓരോ ദിവസവും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വിടുന്ന വീഡിയോയുടെ പുറകിൽ അതിന്റെ ഒറിജിനൽ എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന പരിപാടിയാണ് ഞങ്ങൾക്ക്. സംഭവം നടന്നിട്ട് എത്ര ദിവസമായി? ഇതുവരെ പുറത്തു വിടാത്ത ഓരോ വീഡിയോസ് ഇപ്പൊ പുറത്തുവിട്ട് ഇന്ന ആളാണ് മറ്റേ ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രശ്നം. ഒരു സംഘർഷത്തിനിടയിൽ അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. പിന്നെ മറ്റേ നിങ്ങളുടെ PMA സലാം പറഞ്ഞതുപോലെ 8 സ്റ്റിച്ച് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. PMA സലാമാ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞങ്ങൾ ഇത് പോയിട്ട് തലയിൽ 8 സ്റ്റിച്ച് ഉണ്ടോ എന്ന് എണ്ണി നോക്കിയിട്ടില്ല. അതുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അതിന് എന്തെങ്കിലും നിയമവിരുദ്ധമായി ആരെങ്കിലും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ രീതിയിൽ നടക്കട്ടെ. പക്ഷെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് പോയത് എന്തിനാ എന്നുള്ള ചോദ്യം ഞങ്ങൾ തുടക്കം മുതൽ ചോദിക്കുന്നുണ്ട്. ഒരു നാട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്ന ഇടം വരെ പോകാൻ പാടുകയുള്ളൂ എന്ന് CPM നിശ്ചയിക്കുമോ വസീഫ്? വസീഫ്, പേരാമ്പ്രയിൽ പ്രതിഷേധ പരിപാടി നടക്കുമ്പോൾ ഒരു കോൺഗ്രസിന്റെ MP അവിടെ പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ശഠിക്കാനാകുമോ വസീഫ്? നിങ്ങൾക്ക് എന്താ ഈ ചർച്ച നയിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ലാത്തത്? ഞാനും പറഞ്ഞോട്ടെ, ഈ മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, പ്രമോദ് എന്ന് പറയുന്ന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പേരാമ്പ്രയിൽ. ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ എന്തിനായിരുന്നു ഷാഫി ടീം പോയി മർദ്ദിച്ചത്? എന്തിനായിരുന്നു ഷാഫിയുടെ ടീം അവിടെ മർദ്ദിച്ചല്ലോ? ഒരു ഷാജു എന്ന് പറയുന്ന ഒരു കക്ഷിയാണല്ലോ അതിന് പോയത്. ഷാഫിയുടെ ടീം അല്ലേ? അല്ല എന്ന് പറയട്ടെ. എന്തിനാ മർദ്ദിച്ചത്? അതിനൊരു കാരണമുണ്ട്. അവിടെ ലൈഫ് വീട് ഇന്ന് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് പറയാമല്ലോ. ഇന്ന് ഷാഫി പറഞ്ഞിട്ടുണ്ടല്ലോ അത് തെറ്റാണെന്ന്. ലൈഫിൽ വീട് കൊടുത്ത വൈഫ് ഓഫ് അശോകൻ, അവരുടെ വീട് ഞങ്ങൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ വലിയ പരിപാടി സംഘടിപ്പിക്കുക. ആ പരിപാടിയിൽ സാക്ഷാൽ ഈ MP വന്ന് സംസാരിച്ചപ്പോ സ്വാഭാവികമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അയാൾക്ക് അതിലൊരു പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ നുണ പറഞ്ഞ് നിങ്ങൾ ഈ ഉദ്ഘാടനം നടത്തരുത്, ലൈഫിന്റെ വീടാണെന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷേധ യോഗവും പൊതുയോഗവും ഒക്കെ സംഘടിപ്പിച്ചു. ആര്? പ്രമോദ്. വലിയ ജാള്യതയുണ്ടായി. ആർക്ക്? ഈ MP-ക്ക്. ആ ജാള്യത തീർക്കാൻ ഒരു അവസരം ഉണ്ടാക്കി. ആ അവസരത്തിനൊത്ത് അദ്ദേഹത്തിന്റെ ടീമിനെ പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ചതാ. നേരെ മാത്രമല്ല, നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിനെതിരെ ക്രൂരമായ വേട്ടയാടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ അങ്ങ് അണിനിരത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറ. വസീഫ്, അതൊക്കെ പലതവണ നമ്മൾ ചർച്ച ചെയ്താണ്. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇതിപ്പോൾ പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത്, വസീഫ് ഒരു മിനിറ്റ്, പേരാമ്പ്രയിൽ കണ്ടത് CPM UDF അല്ലെങ്കിൽ CPM കോൺഗ്രസ് അടിയല്ലല്ലോ കണ്ടത്. കോൺഗ്രസ്സുകാരെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നതാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പോലീസ് ആക്രമണം നടത്തുന്നു എന്നതാണ് ആരോപണം. അങ്ങനെ ആക്രമണം നടത്തിയ പോലീസുകാരൻ തുടർച്ചയായി ഈ MP-യെ തുടർച്ചയായി ലക്ഷ്യം വെച്ച് MP-യെ മാത്രം അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ അഭിലാഷ് ഡേവിഡ് ആരാണെന്ന ചോദ്യം വരുന്നത്. അയാളെ നേരത്തെ സസ്പെൻഡ് ചെയ്തതാണ്. ഏതൊക്കെ കാര്യങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തതാണ്? അയാൾക്ക് മാഫിയ ബന്ധം, അതിനുശേഷം അയാൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണം. ആ സസ്പെൻഷൻ പിന്നീട് പിരിച്ചുവിടലായിരുന്നു. പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത അന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. തലസ്ഥാനത്ത് 3 പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ മുൻ SHO അഭിലാഷ് ഡേവിഡ്, ട്രാഫിക് സ്റ്റേഷനിലെ റെജി ഡേവിഡ്, നന്ദാവനം AR ക്യാമ്പിലെ ഡ്രൈവർ ഷെറി S രാജ് എന്നിവരെയാണ് പിരിച്ചുവിട്ടത്. ലൈംഗിക പീഡന കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനും പീഡനക്കേസിൽ ഉൾപ്പെട്ടതിനുമാണ് 3 പേർക്കും എതിരെ നടപടി സ്വീകരിച്ചത്. നിലവിൽ മണൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ മുൻ SHO അഭിലാഷ് ഡേവിഡ്. അപ്പോൾ ഇയാളെ പുറത്താക്കി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ ആളെ തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അതെന്താണ് ആ സംവിധാനം എന്നൊന്ന് വിശദീകരിക്കാമോ വസീഫ്? എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ പറ്റുക? ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ്.
കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് അന്വേഷിക്കാം. ഇവിടെ ഇപ്പോ അവിടെ പോലീസ് മർദ്ദനം നടന്നു ഇല്ലേ എന്നുള്ളതിന്റെ അല്ലല്ലോ ചർച്ച. നമ്മൾ കുറേ ചർച്ച ചെയ്തില്ലേ? അല്ല, അതാണ് ചർച്ച. കുറേ ചർച്ച ചെയ്തില്ലേ? ഒറ്റ മിനിറ്റ്. അല്ല, ഇവര് ഓരോ ദിവസം കൊട്ടേഷൻ പോലീസോ എന്നുള്ളതാണ് എന്റെ ചർച്ച. എന്റെ വിഷയം അതാണ്. ഇപ്പൊ ഞാൻ കണ്ട വീഡിയോ, ഇവര് പുറത്തുവിട്ട വീഡിയോ എന്നാണല്ലോ. ആ വീഡിയോയുടെ ഒക്കെ ആധികാരികതയും മറ്റും ആരാ പറയേണ്ടത്? പോലീസ് പറയും. അത് പോലീസ് പറയട്ടെ. അല്ല, പോലീസ് പറയണം, പോലീസ് അന്വേഷിക്കണം. അത് നടക്കുന്നില്ല എന്നാണ് പരാതി വസീഫ്. ആധികാരികത പറയാൻ ഒരു SP ശ്രമിച്ച ശേഷം SP പറഞ്ഞതിന് ശേഷം SP യുടെ വായടച്ചല്ലോ. SP ബൈജു പറഞ്ഞല്ലോ, ഞങ്ങളിൽ ചിലർ മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളിൽ ചിലർ മർദ്ദിച്ചു എന്ന് SP പറഞ്ഞു. ആ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുത്തോ വസീഫ്? നാടകം കളിക്കുന്ന ഞങ്ങൾക്ക് അനുഭവമുള്ളതല്ലേ? പറഞ്ഞു ഞങ്ങൾ ആദ്യം ഇതിങ്ങനെ പ്രതികരിച്ചു, അങ്ങനെ അടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ എന്താണെന്നറിയോ? ഇവരെ കുറിച്ചുള്ള ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണ. ഇവരെന്തും ചെയ്യും, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ടീമാ. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടല്ലേ ഇപ്പോ പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ വിഷയവും അതിലേക്ക് ഇല്ലേ? നമ്മളിപ്പോൾ ചെയ്യുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറ്റില്ല എന്നേ വസീഫ്. നമ്മളിപ്പോൾ എടുക്കുന്ന പേരാമ്പ്ര വിഷയമാണല്ലോ. പേരാമ്പ്രയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി നടന്ന പ്രകടനമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഞാൻ താങ്കളിലേക്ക് വരാം. എങ്ങനെയാണ് അഭിലാഷ് ഡേവിഡ് വീണ്ടും സർവീസിലേക്ക് വന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.